ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ വെൽക്കം വേണ്ടിയിട്ട് ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. സോ നിങ്ങളെല്ലാവരും 69 പേജ് നമ്പർ 69 ടെക്സ്റ്റിലെ പേജ് നമ്പർ 69 എടുക്കാം. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കോളാം. At the school library, Rebecca searched for more information about the rain. എന്താണ് റെബേക്ക സ്കൂൾ ലൈബ്രറിയിൽ ഈ മഴയെ കുറിച്ചിട്ട് ഒരുപാട് എന്ത് ചെയ്തു, റിസർച്ച് ചെയ്തു, ഒരുപാട് അറിവുകൾ സെർച്ച് ചെയ്തു, ഒരുപാട് തേടി അല്ലേ. ഈ ലൈബ്രറിയിൽ ബുക്കുകൾ കാണും, മഴ എന്തുകൊണ്ടില്ല, മഴ എന്തുകൊണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്കുകൾ അവൾ എന്ത് ചെയ്തു, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വായിച്ചു. വാട്ട് ഷീ ലേൺഡ് അലാർംഡ് ഹെർ. അതായത് അവൾ ആ ഒരു സംഭവങ്ങൾ പഠിച്ചതിന് ശേഷം അപ്പോഴാണ് അവൾക്കൊരു ബോധോദയം വന്നത്. അതുപോലെ തന്നെ the whole world is getting hotter and there is less rain. എന്താണ്, ഈ ഒരു ലോകം മുഴുവനായിട്ടും മഴയുടെ അളവ് കുറഞ്ഞിട്ട് വളരെയധികം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ലേൺഡ് എ ന്യൂ ടേം ക്ലൈമറ്റ് ചേഞ്ച്. അവളൊരു പുതിയ ഭാഗം പഠിച്ചു. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്? അതായത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന എന്താണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന ഒരു ചെറിയ പുതിയൊരു ഭാഗം പഠിച്ചു എന്ന് പറയാം. ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന അവളൊരു പുതിയ ഒരു ഭാഗം, ഒരു വേർഡ്, ആ ഒരു അതിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. എന്താണ് കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിങ് ദ എയർ. അതായത് കാറ്, ബസ്, അതുപോലെ തന്നെ എയ്റോപ്ലെയിന്, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഈ വായുവിനെ നശിപ്പിക്കുകയാണ്, വായുവിനെ മലിനീകരിക്കുകയാണ്. പൊല്യൂട്ട് മീൻസ് മലിനീകരണം. അതുപോലെ തന്നെ trees are being cut down and used to make buildings. അതായത് ട്രീസ്, മരങ്ങളെല്ലാം മുറിക്കുകയും അതുകൊണ്ടിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യാണ്. ഓക്കെ, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ ഈ കൊച്ചു എങ്ങനെ വീട് വെച്ച് താമസിക്കുന്ന താടി വെച്ചല്ലേ ഈ കൊച്ചു വീട് വയ്ക്കണം. ഓക്കെ, അപ്പോഴത്തേക്കിനും huge piles of trash are thoughtlessly buried in the ground. എന്താണ് huge piles എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ piles of trash എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ കൂമ്പാരങ്ങൾ. അതായത് വലിയ ഇങ്ങനെ ചിലവരൊക്കെ ഈ കവറിലൊക്കെ കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറ്, അതുപോലെ തന്നെ വേസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, കവറിൽ കെട്ടിയിട്ട് കൊണ്ടുവന്ന് മണ്ണിനടിയിൽ കുഴിച്ചിടും. സോ എന്താണ് തോട്ട്ലെസ്ലി ബെറീഡ് ഇൻ ദ ഗ്രൗണ്ട്, മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടും. ഓക്കെ, അപ്പോൾ എന്താണ് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഈ നേച്ചർ നശിച്ചു പോവും. അതുപോലെ തന്നെ അപ്പം നേച്ചർ നശിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഭൂമി മൊത്തം നശിച്ചു പോവും. അങ്ങനെ അപ്പോൾ എന്താണ് all these activities are harming nature. എന്താണ് ഈ ആക്ടിവിറ്റികളെല്ലാം നേച്ചറിന്, എല്ലാം പ്രകൃതിക്ക് ദോഷകരമാണ്. റെബേക്ക felt sad. റെബേക്കയ്ക്ക് വളരെ വിഷമമുണ്ടായി. What can I just a little do to help the whole world? എന്താണ് അപ്പോൾ റെബേക്കയ്ക്ക് വിഷമമായിട്ട് റെബേക്ക ചിന്തിക്കുകയാണ്, എന്നെ പോലത്തെ ഒരു കൊച്ചു കുട്ടിക്ക് എന്ത് ചെയ്യാനാവും ഈ വലിയ രോഗത്തിന് വേണ്ടി, എന്ത് സഹായിക്കാനാവും. ഷീ വണ്ടേർഡ്, അവള് ആശ്ചര്യപ്പെട്ടു. ഇതാണ് കേട്ടോ റെബേക്ക. എനിക്ക് ശരി വരുന്നു ഈ പടം കേട്ടിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, വളരെ വറ്റി വരണ്ട ഒരു പ്രദേശമാണല്ലേ അവൾ നടന്നു വരുന്നത്. വളരെ വറ്റി വരണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അങ്ങനെ റെബേക്ക തീരുമാനിച്ചു, നമുക്കെങ്കിൽ പിന്നെ ടീച്ചറിനോട് സംസാരിക്കാൻ, അവൾ പഠിച്ച കാര്യത്തെ പറ്റിയിട്ട് ടീച്ചറിനോട് പറയാന്ന് തീരുമാനിച്ചു. എന്താണ് ഇറ്റ് ഈസ് ബിഗ് പ്രോബ്ലം, ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അതൊരു വലിയ പ്രശ്നമാണല്ലോ ഭൂമിക്ക് എന്ന് അവരുടെ ടീച്ചർ പറഞ്ഞു.
അപ്പം but there are certain things that we can do to help. എന്താണ്, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. എന്താണ്, നേച്ചറിനെ, പ്രകൃതിയെ ശക്തിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രീസ് ഒക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. അതുപോലെ തന്നെ as Rebecca walked home, it was very hot and she stopped to drink water from her water bottle. ഓക്കെ, വാട്ടർ എന്താ പറയുന്ന ആ ഒരു വേർഡ് അവിടെ ഇല്ല, ഞാൻ ഇട്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്താണ്, അങ്ങനെ റെബേക്ക വീട്ടിലോട്ട് സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വളരെ ചൂടായിരുന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്തു, അവൾ അവിടെ നിന്നിട്ട് അവളുടെ വാട്ടർ ബോട്ടിലിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഷീ കുഡിന്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. പക്ഷെ അവള് ഒരിക്കലും ഈ ഒരു മഴ കുറവ് എന്നുള്ള ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചിന്തിക്കാതെ ഇരുന്നില്ല. അവൾ എപ്പോഴും അത് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയോൺമെന്റ്. അത് എങ്ങനെയെല്ലാം ഈ ഒരു പ്രകൃതിയെ എങ്ങനെയെല്ലാം ഈ ഒരു ചുറ്റുപാടിനെയും എന്താണ് ഈ ഒരു പരിസ്ഥിതിനെ എങ്ങനെയെല്ലാം അഫക്റ്റ് ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അവൾ പിന്നീട് പറയാണ് ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഷീ തോട്ട്. അതായത് അവൾ പിന്നീട് ചിന്തിക്കുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ്, ഈ കാലാവസ്ഥാ വ്യത്യാസത്തെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, പിന്നീട് പറയാണ് it would help if everyone knew about this problem. Then together we could work out a solution. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നാട്ടുകാരൊക്കെ എല്ലാവരും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഇതിനെ തരണം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഈ പ്രകൃതിയെ രക്ഷിക്കാം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ല്? അത് തന്നെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടെ നിന്നിട്ട് ഇപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും അപ്പൊ എനിക്കൊരു പ്രശ്നം വന്നു എന്ന് വെക്കാം. അപ്പൊ ഇവരെല്ലാവരും അങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായ അതിന് വല്ല ഫലവും കാണുമോ? നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അത് സോൾവ് ചെയ്താലല്ലേ അതിനൊരു ഫലം കാണുള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ എന്ത് കാര്യവും ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഫലം ഉണ്ടാവും. എപ്പോഴെങ്കിലും അല്ല, എന്തായിരുന്നാലും ഒരു ഫലം ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.